എന്റെ പൊന്നെ ഇത് തുറക്കുമ്പോ തന്നെ ഇവിടെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ്. അത് വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കൊതിയാവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോങ് വീഡിയോ, സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അതൊരു മീൻകറിയുടെ വീഡിയോ ആയിരുന്നു. അതൊരു 1K വ്യൂസും പോയായിരുന്നു. പപ്പയുടെ പൊടിക്കൈ ആയിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ അത് സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇന്നും നമ്മളൊരു പുതിയ വീഡിയോ നമ്മുടെ പപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നാ വാ പപ്പേ, തുടങ്ങാം നമുക്ക്. പിന്നെ എന്താണ് നമ്മള് ഇറച്ചി കൊണ്ടൊരു സ്പെഷ്യൽ പരിപാടി ചെയ്താണ്. ഓക്കെ, നമ്മുടെ പനമ്പാട് എല്ലാവരും ഉണ്ടാക്കുമല്ലേ? അതെ, പനമ്പാട് എല്ലാവരുടെയും മെയിൻ സാധനമാണ്. അപ്പൊ ആദ്യം നമ്മള് ഇറച്ചി കഴുകി എടുത്തത് കുക്കറിലേക്ക് ഇടുക. ഇതിൽ പിള്ളേർ കിടന്ന് ഒച്ചെടുക്കണ കേൾക്കാൻ പറ്റും. കുട്ടികളല്ല വീട്ടിലെ വീഡിയോ എടുപ്പൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. അതെ, സവാള ഇടും അല്ലേ? സവാള, പിന്നെ അത്യാവശ്യം ചെറുതായിട്ട് ഇഞ്ചി. അപ്പൊ നമ്മുടെ മറ്റേ വീഡിയോ 1K വ്യൂസ് ആയിട്ടുണ്ട് കേട്ടാ. ആണോ? അപ്പടെ മീൻകറി ഇപ്പൊ 1000 പേര് കണ്ടു. നമുക്ക് 1000 പേര് കാണാൻ തന്നെ പറഞ്ഞ വലിയ കാര്യമാണ് അല്ലേ? അപ്പൊ ഇത് നമുക്ക് 1000 നമുക്ക് 10,000 പേര് കാണാം. അതായത് 10K വ്യൂസ് വരും. സവാള ഇട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇട്ട് പിന്നെ ഒരു 10-12 പച്ചമുളക്. പച്ചമുളക് ഇട്ട് പിന്നെ വെളുത്തുള്ളി രണ്ടായിട്ട് കോരിയത്, അതും ഒരു 10-20 അല്ലി ഇട്ട് അത്യാവശ്യം ഇട്ടിട്ട് ഉപ്പിടുക. രുചി കിട്ടാൻ വേണ്ടി അല്പം മസാല, അത്യാവശ്യം മഞ്ഞപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എല്ലായിടത്തും ആവുള്ളൂ. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം. കുറച്ചേരം കൈ നല്ല പൊച്ചിലെടുക്കും. പച്ചമുളകിന്റെ ഒക്കെ എരിവും കടികളെല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ, ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യണതാണ് അതിന്റെ മെയിൻ പാർട്ട്. വെളിച്ചെണ്ണ കൂടെ പിടിക്കണം. വെളിച്ചെണ്ണക്ക് ഇപ്പൊ വില കൂടുതലാണ് അല്ലേ? അതെ, എന്നാലും നമ്മൾ കഴിക്കുമ്പോ ടേസ്റ്റ് വേണ്ടേ? അതെ അതെ അതെ. കുക്കർ മൂടിയിട്ട് നമ്മൾ ഒരു 2-3 വിസിൽ വെക്കാൻ വരെ നമ്മ ഇത് അടിക്കുക, എന്നിട്ട് ഓഫ് ചെയ്യും. ബാക്കിയാലും പിന്നെ ഓക്കെ. അപ്പൊ നമ്മുടെ വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇടാൻ പോണത് അല്ലേ പപ്പേ? മെയിൻ ആയിട്ടുള്ള സാധനം നമ്മൾ ഇടാൻ പോണത്. എന്തൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മള്. ഉപ്പില് വന്ന് ഇറച്ചിയും കപ്പയാണ് നമ്മളുടെ മെയിൻ സാധനം. ഇപ്പൊ എല്ലാരും കപ്പ ബിരിയാണി കേട്ടിട്ടുണ്ടാവും. പക്ഷെ കപ്പ ബിരിയാണി അല്ല സംഭവം. ഇത് നമ്മള് വെറൈറ്റി ആയിട്ട് ചില വീടുകളിലെങ്കിലും ഉണ്ടാക്കുമായിരിക്കും അല്ലേ? ഞങ്ങളുടെ പനമ്പാട്ടുകാരുടെ ഇഷ്ടഭോജനമാണിത്. അതെ അതെ, പനമ്പാടുള്ളവരൊക്കെ ചിലപ്പോ ഉണ്ടാക്കുമായിരിക്കും. എല്ലാ ഞായറാഴ്ചയും ഇറച്ചി മേടിച്ച കപ്പ മേടിച്ചിരിക്കും. രണ്ട് ഉപ്പിൽ വെന്തിട്ട് അതിനകത്തേക്ക് കപ്പ ഇട്ടിട്ട് ആ ഇറച്ചിക്കകത്തിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മള് ഇനി അത് അടച്ചു വെച്ചിട്ട് ഇപ്പൊ നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട്. ഉപ്പിടണ്ടല്ലോ? അപ്പൊ ഓൾറെഡി ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. നെയ്യും ഉപ്പും എല്ലാം കൂടി പിടിച്ചാൽ സൂപ്പറാവും. നമുക്ക് ഇതൊന്ന് വിസിൽ അടിച്ചിട്ട് നോക്കാം അല്ലേ? എത്ര വിസിൽ അടിക്കേണ്ടി വരും? 2 വിസിൽ. 2 വിസിൽ അടിച്ചാൽ മതി. 2 വിസിൽ അടിച്ചിട്ട് അടിപ്പം കപ്പയാണെങ്കിൽ 2 വിസിൽ അടിച്ചാൽ മതി. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട് കുക്കറിന്റെ. നമുക്ക് കപ്പ വെന്തോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. എന്റെ പൊന്നെ, ഇത് തുറക്കുമ്പോ തന്നെ ഇവിടെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ്. അത് വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കൊതിയാവും. ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ? കപ്പയില് നല്ല എന്താ പറയാ, അതിന്റെ നെയ്യും ഇതൊക്കെ പിടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ കപ്പ കാണിക്കാൻ പറ്റിയില്ല. കപ്പ കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു കപ്പ നമുക്ക് ഇതിലേക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കപ്പ അതിൽ കണ്ടില്ല. പക്ഷെ ഇപ്പൊ നോക്കി, അത് നമ്മുടെ വെള്ള കളറിലെ കപ്പയാണ് കേട്ടോ. അതിൽ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല. പക്ഷെ ഇതിപ്പോ നോക്കിയേ, കപ്പ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് മഞ്ഞ കളറായി. അപ്പൊ മഞ്ഞ കളറായി എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ആ ഇറച്ചിയിലുള്ള ആ നെയ്യും എന്താ പറയാ, അതിന്റെ ഉപ്പും ആ ഒരു ടേസ്റ്റ് ഒക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പർ കപ്പയാണ്. ഇപ്പം ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മുടെ പപ്പയുടെ അനിയനും ആണുള്ളത്. രണ്ടുപേരും കൂടെ കപ്പ ടേസ്റ്റ് ചെയ്യാൻ പോണേനെ. അതെ, പനമ്പാട്ടുകാരനാണ്. ഇത് കപ്പയും കപ്പയുടെ വെള്ളവും കൂടി ഇടണം അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് ഉപ്പിലെന്ത ഇറച്ചിയിൽ ഇട്ടിട്ടുള്ള കപ്പ.
ഇതൊന്ന് കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇതുവരെ ഇത് വീട്ടിലുണ്ടാക്കാതെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം ഇത് പപ്പയുടെ അനിയനും വൈഫും ആണ്. അവരുടെ വീട് പനമ്പാടാണ്. അപ്പോൾ അവർ വന്നപ്പോഴേക്കും നമ്മൾ ഇതെല്ലാം കൂടെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് മാട്ടിയെങ്കെ? അടിപൊളിയല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ, ഈ കപ്പ് ബിരിയാണി അധികം ഇഷ്ടമില്ലാത്ത ആളാണ്. അതിൽ ഓവർ മസാല ആയതുകൊണ്ട് തന്നെ മസാലയൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.